ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ബുക്ക് എന്ന് പറയുന്നത് ഹിറ്റ്ലറിൻ്റെ തന്നെ പ്രൊപ്പഗൻഡ ബുക്കായിട്ടുള്ള മെയിൻ ക്യാഫ് എന്ന് പറയുന്നൊരു ബുക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആൻഡ് ആസ് ഐ സെഡ്, ഇതൊരു പ്രൊപ്പഗൻഡ ബുക്കാണ്. ഹിറ്റ്ലറിൻ്റെ വേൾഡ് വാർ ലേക്ക് നയിച്ച ജനങ്ങളെയൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ജർമ്മൻകാരെ കുറേ പേരെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തൊരു ബുക്കായിരുന്നു മെയിൻ ക്യാഫ് എന്ന് പറയുന്ന ബുക്ക്. ഈ ബുക്കിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് ജൂതർ, അതായത് ജ്യൂസ്, അതായത് ജർമ്മനിയിൽ ആ സമയത്തുണ്ടായിരുന്ന ജ്യൂസ്, അവർക്ക് എതിരെയുള്ള ഒരു പുസ്തകമാണ് ഇത്. അവർക്ക് വളരെ മോശപ്പെട്ട ആളുകളാണ്. അവർ ആര്യൻ ബ്ലഡിനെ സ്പോയിൽ ചെയ്യാൻ വന്നവരാണ്. ഇതൊക്കെയായിരുന്നു ഹിറ്റ്ലറുടെ വാദങ്ങൾ. അപ്പോൾ ഈ ജൂതർക്ക് എതിരെ എന്തെല്ലാമൊക്കെയാണ് വാദങ്ങൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അവർ ഭയങ്കര ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജി, അല്ലെങ്കിൽ അതായത് ജൂതന്മാർക്ക് എപ്പോഴും ഒരു കോമൺ എനിമി വേണം. ആ കോമൺ എനിമി ഇല്ലെങ്കിൽ അവർ ആ എനർജി ഒരു വേറൊരു രീതിയിൽ അവരത് മാറ്റുമെന്നാണ് അവർ പറയുന്നത്. ഈ കോമൺ ആയിട്ടുള്ള എനിമി ഇല്ലാത്തപ്പോഴാണ് അവർ പരസ്പരം ഫൈറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ജൂതന്മാരുടെ അവരൊരിക്കലും ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ജൂതന്മാർ പിന്നെ മാറില്ല, അവരവിടെ തന്നെ ആയിരിക്കും എന്നാണ് ഹിറ്റ്ലർ ജ്യൂസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ ജൂതന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അവർ എങ്ങനെയാണ് തെറ്റായ രീതിയിൽ ജർമ്മൻ ഒരു പോപ്പുലേഷൻ എങ്ങനെയാണ് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും, ജൂതന്മാരാണ് അവരുടെ വീഴ്ചയ്ക്ക് കാരണമെന്നും, അവരുടെ എക്കോണമിയുടെ ഒരു തകർച്ചയ്ക്ക് കാരണവും എല്ലാം ജൂതന്മാരുടെ ഇൻവോൾവ്മെൻറ്റ് കാരണമാണെന്നാണ് ഹിറ്റ്ലർ വിശ്വസിച്ചിരിക്കുന്നത്. മറ്റേ ഹിറ്റ്ലർ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നത്. അതേപോലെ തന്നെ ഹിറ്റ്ലർ വേറെ പല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നാട്ടിലെ യുവാക്കൾ, അതായത് യങ്സ്റ്റേഴ്സ് എല്ലാവരും, ജർമ്മനിലുള്ള ജർമ്മൻ യങ്സ്റ്റേഴ്സ് എല്ലാവരും, അവരെല്ലാവരും തന്നെ ജിംനേഷ്യം പോലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എപ്പോഴും ഇൻവോൾവ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ അവരുടെ സെക്ഷുവൽ എനർജി അവർക്ക് നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവർ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഒരു മൈൻഡ് സെറ്റായിരിക്കും അവർക്ക് വളരെ വീക്കായിട്ടുള്ള മൈൻഡ് സെറ്റായിരിക്കും ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്. പിന്നെ വീക്കായിട്ടുള്ള മൈൻഡ് സെറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഹിറ്റ്ലർ വിശ്വസിക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് അൺചേഞ്ചിങ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വീക്കായിട്ടുള്ള വ്യക്തികളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നായിരിക്കുമെന്നും ഹിറ്റ്ലർ പറയുന്നുണ്ട്. അതായത് ഡിഫിക്കൽട്ടായിട്ടുള്ള ടൈംസിൽ അൺചേഞ്ചിങ് പൊളിറ്റിക്സാണ് മറ്റുള്ളവരെ സഹായിക്കുന്നതെന്നും വീക്കായിട്ടുള്ള ആളുകളെ സഹായിക്കുന്നതെന്നും ഹിറ്റ്ലർ വിശ്വസിച്ചിരുന്നു. രാജ്യങ്ങളോട് അദ്ദേഹത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതായത് ഇന്ത്യക്കാർക്കോ അല്ലെങ്കിൽ റഷ്യർക്കോ ഒന്നും തന്നെ ജൂതന്മാരെ നിയന്ത്രിക്കാനോ തടയാനോ സാധിക്കില്ല, അത് ജർമ്മനിക്ക് മാത്രമേ കഴിയൂ എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം. അതേപോലെ തന്നെ നെഹ്റുവിനെ കുറിച്ചൊക്കെ ചെറിയ രീതിയിൽ പരാമർശിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഒരു പ്രൊപ്പഗൻഡ ബുക്കാണ്. ചില സമയത്തൊക്കെ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇത് ഏതാണ് ഇതിൻ്റെ ഒരു സത്യമെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കുറേ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇതിനെ നോക്കിക്കണ്ട് ഏതാണ് റിയാലിറ്റി എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതായത് ഏതൊരു വിഭാഗത്തിനും ഒരു വിഭാഗത്തിനെ നമ്മളങ്ങനെ ഒരിക്കലും മോശക്കാരായിട്ട് ചിത്രീകരിക്കാനോ ഒന്നും പാടില്ല എന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ തന്നെ പല ഉദാഹരണങ്ങളും ഇപ്പോൾ റീസെൻ്റായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് ചില സിനിമകളൊക്കെ, ഇപ്പോൾ കേരള സ്റ്റോറി എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ നമ്മുടെ നാടിനെ എന്തുമാത്രം മോശമായിട്ട് ചിത്രിക്കുന്ന, നാട്ടിലെ ആളുകളെയൊക്കെ എന്തുമാത്രം മോശമായിട്ട് ചിത്രീകരിച്ചതെന്നൊക്കെ നമുക്കറിയാം. അതേപോലെ തന്നെയാണ് ഈ ബുക്കിൽ ഒരു പ്രത്യേക വിഭാഗക്കാരെ അവർ മോശമായിട്ട് അവരെ ചിത്രീകരിക്കാനായിട്ട് നോക്കിയിരിക്കുന്ന
ഇതിൽ ഒറ്റപ്പെട്ട സംഭവം ഉണ്ടാകാം, അതിൻ്റെ റിയാലിറ്റി ഒക്കെ ഉണ്ടാകാം, വ്യക്തികളുടെ പേഴ്സണൽ ട്രൂത്ത് വേറെ ഒന്നാവാം. ബട്ട് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂസ് മനസ്സിലാക്കി എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുക എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ മെയിൻ കാഫ് എന്ന് പറയുന്ന ബുക്കിനെ കുറിച്ചുള്ള എൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 500 പേജസോളം ഉണ്ട് ഈ ബുക്ക്. ഇൻ്റർനെറ്റ് ആർക്കൈവിൽ നിന്നാണ് ഞാനത് വായിച്ചത്. എൻ്റെ ഫിസിക്കൽ ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല, ഞാനിത് ഇൻ്റർനെറ്റിൽ നിന്ന് തന്നെയാണ് വായിച്ചത്. പിന്നെ ഇത് മെയിൻ കാഫ് എന്ന് പറയുന്നത് ഒരു എഡിറ്റഡ് വേർഷനാണ്. ഇതിൻ്റെ ഒറിജിനൽ അവർക്ക് അവർ വെളിവിടാൻ അവർ ഗവൺമെൻറ് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് മെയിൻ കാഫിൻ്റെ ഒരു എഡിറ്റഡ് വേർഷനാണ് ഞാൻ വായിച്ചത്. അതും ഫസ്റ്റ് പാർട്ടാണ് ഞാൻ വായിച്ചത്. എനിക്കൊന്ന് സെക്കൻഡ് പാർട്ട് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫസ്റ്റ് പാർട്ട് അത്രയും വായിച്ചത്. അപ്പോൾ എല്ലാവരും ഇത് ബുക്കൊന്ന് വായിച്ച് നോക്കുക. ആൻഡ് താങ്ക് യു.